ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്ത് സമ്പാദിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണോ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ തന്നെ ബിസിനസ് ചെയ്തിട്ട് ഏണിങ്സ് സമ്പാദിക്കാനായിട്ട് സാധിക്കും കേട്ടോ. എങ്ങനെയാണെന്നല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ള് കണ്ടോളൂ. നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോപ്പ് മേക്കിംഗ് ആണ്. സോപ്പ് മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പല ടൈപ്പ് സോപ്പുകളുടെ മേക്കിംഗ് കിറ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ സോപ്പ് മേക്കിംഗ് നിങ്ങൾക്ക് ക്ലാസ്സിന് പോകേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിലാണ് നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്കൊരു ടീച്ചർ എങ്ങനെയാണ് പറഞ്ഞു തരിക ഒരു സോപ്പ് മേക്കിംഗ് ക്ലാസ്സിന് പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാവർക്കും നമ്മളെ വീഡിയോസിൽ എല്ലാതും പറഞ്ഞിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക. ഹൈപ്പോടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മെഷർമെൻറ്റിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇത് നോക്കി പഠിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വെറുതെ ഫീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ലൈക്കും കമൻറ്റും ചെയ്താൽ മാത്രം മതി. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ. അപ്പോൾ സോപ്പ് മേക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എത്ര അളവിൽ ചേർക്കണം, എങ്ങനെ ചേർക്കണം, സോപ്പ് ബേസ് എത്ര വേണം, സ്മെല്ല് എത്ര വേണം എന്നൊക്കെ കറക്റ്റായിട്ടുള്ള അളവുകളുണ്ട്. അളവിലും കൂടുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഉണ്ടാവും. കറക്റ്റ് അളവിൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് റിസൾട്ടും കിട്ടും. അത് ഓരോ സോപ്പ് നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഓരോ സോപ്പിനുള്ള റിസൾട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ ആദ്യം തന്നെ നോക്കി കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന സോപ്പുകൾ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്കിപ്പോൾ നല്ല രീതിയിൽ തന്നെ സെയിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു സോപ്പ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ചോദിക്കുന്നത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ്. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ സ്കിന്നിലേക്ക് എല്ലാ സോപ്പും സ്യൂട്ടബിൾ ആയിരിക്കില്ല. അവർക്ക് അവരുടേതായ സോപ്പുകളുണ്ട്. ഡ്രൈ സ്കിന്നുകാർക്കുള്ള സോപ്പുണ്ട്, ഓയിലി സ്കിന്നുകാർക്കുള്ള സോപ്പുണ്ട്. ഓരോരുത്തർക്കും പ്രത്യേക തരം സോപ്പുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാരെ സോപ്പ് ഓയിലി സ്കിന്നുകാരെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത്ര റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യല്ല, നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം സോപ്പുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനൊക്കെ ഉള്ള കിറ്റുകളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള കറക്റ്റ് മെഷർമെൻറ്റിലാണ് നമ്മുടെ കിറ്റിൽ ഓരോ ഐറ്റംസും വെച്ചിട്ടുള്ളത് കേട്ടോ. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എങ്ങനെയാണ്, സോപ്പ് ബേസ് എങ്ങനെ കട്ട് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഫ്രാഗ്രൻസ് 1 kg ആഡ് ചെയ്ത് കൊടുക്കണം, വെജിറ്റബിൾ ഗ്ലിസറിൻ എത്ര ആഡ് ചെയ്ത് കൊടുക്കണം, സ്മെല്ല് എത്ര ആഡ് ചെയ്ത് കൊടുക്കണം, അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പ്രിസർവേറ്റീവ് എത്ര ആഡ് ചെയ്ത് കൊടുക്കണം, എല്ലാം അത് നമ്മുടെ സോപ്പ് മേക്കിംഗ് കിറ്റിൽ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ സോപ്പിൽ ഫംഗസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾ ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 kg മെഷർമെൻറ്റ് നമ്മൾ കറക്റ്റ് എങ്ങനെയാണെന്നുള്ള ഈ വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ കൂടുതൽ സോപ്പാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു 5 kg നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യുന്നവർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. നിങ്ങൾ കറക്റ്റായിട്ട് 1 kg മെഷർമെൻറ്റ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറിലുള്ള സോപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് ഏത് കളറിലും ഏത് സ്മെല്ലിലും സോപ്പുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് എക്സ്ട്രാക്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഓയിൽസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, പൗഡേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, ഫ്രഷ് ജ്യൂസസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്ത് ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടണമെങ്കിൽ ബാക്കിയുള്ള ഐറ്റംസിനൊന്നും അങ്ങനെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഫ്രാഗ്രൻസുകളായാലും സോപ്പ് ബേസുകളായാലും അപ്പോൾ നമ്മൾ എപ്പോഴും പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കിറ്റ് മേടിക്കുന്ന ഓരോരുത്തർക്കും അറിയാം നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് എല്ലാതും വരുന്നത്. ഇപ്പം നമുക്കും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സിനും സെയിൽ ഉണ്ടാവുന്നത് തന്നെ നമ്മൾ നല്ല ഐറ്റം കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 1 kg എങ്ങനെ സോപ്പ് ഉണ്ടാക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 kg സോപ്പ് ബേസിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 10 ml തൊട്ട് 15 ml വരെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ നമുക്കൊരു 50 ml വരെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പൗഡർ ആണെങ്കിൽ ഒരു 10 ഗ്രാമാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ഓയിലാണെങ്കിൽ നമുക്കൊരു 10 ml വരെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക.
ഒരു പുസ്തകത്തിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇതാണ് കറക്റ്റ് മെഷർമെൻറ്റ് എന്നുള്ളത് കേട്ടോ. പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ നമുക്ക് 5 ml തൊട്ട് 10 ml വരെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് മോയ്സ്ചറാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓരോ വീഡിയോസ് കാണുമ്പോഴും എത്ര ആഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഒരു സോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ സോപ്പിന് ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും കരുതുക. എന്നിട്ട് അതിൽ നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ് എഴുതി വെക്കുക കേട്ടോ. അപ്പം നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ പറഞ്ഞു, അതുപോലെ തന്നെ എക്സ്ട്രാക്റ്റ് ഓയിൽസ് അതൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്മെല്ലാണ്. 1 kg ബേസിലേക്ക് നമ്മൾ 20 ml സ്മെല്ല് വരെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. 20 ml മതിയാവും. നിങ്ങൾക്ക് നല്ല സ്മെല്ലിൽ തന്നെ സോപ്പുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു കസ്റ്റമറിന് നമ്മൾ സോപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ നോക്കുന്നത് സോപ്പിൻ്റെ സ്മെല്ലാണ്. നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടോ എന്ന് നോക്കണേക്കാട്ടും മുന്നേ തന്നെ ആൾക്കാർ അത് എന്ത് ചെയ്യും, സ്മെല്ല് ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും നല്ല സ്മെല്ലുകൾ തന്നെ നമ്മൾ സോപ്പിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു സോപ്പിന് ഇപ്പോൾ അലോവേറ സോപ്പിന് ഇപ്പോൾ അലോവേറയുടെ സ്മെല്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വേറെ സ്മെല്ലുകൾ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സ്മെല്ല് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് കസ്റ്റമർ ആ ഒരു സോപ്പ് മേടിക്കുക. അപ്പം നിങ്ങൾ ഓരോ സോപ്പിനും ഓരോ സ്മെല്ല് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ എല്ലാത്തിനും നമുക്ക് കറക്റ്റായിട്ടുള്ള സ്മെല്ലുകളുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാറുള്ളത്. അപ്പം നമ്മൾ 20 ml സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ടാബ്ലറ്റ് ആണെങ്കിൽ നമുക്ക് വൈറ്റമിനിയുടെ 4 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിൽ ആണെങ്കിൽ നമുക്കൊരു 6 തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ കരിയർ ഓയിൽസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 5 ml വരെ നമുക്ക് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ജോജോബോ, അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. നിർബന്ധമില്ല, ഓപ്ഷണലാണ് എന്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. ഇപ്പം നമുക്ക് ബേസാണ് വരുന്നത് ഇത്ര ഐറ്റംസ് എന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 5 ml ആണ് 1 kg. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അളവ് കൂട്ടിയാൽ മതി. ഇപ്പോൾ 2 kg ആണെങ്കിൽ 10 ml, അങ്ങനെയാണ് കേട്ടോ വരിക. ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പുകൾ ഉണ്ടാക്കി സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പം നമുക്ക് എല്ലാവരുടെ വീട്ടിലും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് സോപ്പ്. ഇപ്പോൾ 2 തവണ കുളിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ 3 തവണ കുളിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ 1 തവണ കുളിക്കുന്നവരായിരിക്കാം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് എപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെയിൽ കിട്ടും നമ്മുടെ സോപ്പ് ബിസിനസ്സിൽ, സോപ്പിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഷവർ ജെല്ല് യൂസ് ചെയ്യുന്നവരുണ്ടാവും. എല്ലാത്തിൻ്റെ മേക്കിംഗ് കിറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംബോ സോപ്പാണ്. ഇത് 5 എണ്ണം വരുന്നതുണ്ട്, 3 എണ്ണം വരുന്നതുണ്ട്. 5 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ഗ്രാമിൻ്റെ സോപ്പുകളും മറ്റേത് 80 ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ. 3 എണ്ണം വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കോംബോ സോപ്പുകളായിട്ട് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് ബിസിനസ് നല്ല ഏൺ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് സോപ്പ് മേക്കിംഗ് ബിസിനസ് എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ബിസിനസ്സായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഓരോ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാതും പഠിപ്പിച്ച് തരുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിറ്റുകളോ മെറ്റീരിയൽസ്, ഈ സോപ്പിൻ്റെ മെറ്റീരിയൽസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.